ഹലോ, വെക്കേഷൻ കഴിയാറാവല്ലേ? നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിലെ ലൈറ്റിന്റെ പരിപാടി തുടങ്ങിയിട്ട് കാണാൻ പോകാൻ പറ്റി. വലിയേട്ടന്റെ പീടിന്റെ മുന്നിൽ വണ്ടി നിർത്തിയതിനു ശേഷം ഞങ്ങള് വെയിറ്റിംഗ് ആണ് അവരെ. അങ്ങനെ പിന്നെ ഇവിടുന്ന് എളാമ്മമാരെല്ലാരും കൂടെ പോകുന്നുണ്ടായിരുന്നപ്പോ അങ്ങനെ സെറ്റാക്കി പോകും. എളാമ്മയുടെ കൂടെ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഔട്ടിങ്ങിന് ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെ പോകുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനായി. അഗോനി കൊണ്ട് നടന്നു വരാൻ പറ്റാത്തതുകൊണ്ട് ഞാനും തേജും കൂടെ വണ്ടിയിലായിട്ടാ പോന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോ അതാ കാലി ബസ് തന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല, ചാടി കയറി എല്ലാരും കൂടെ. നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 5:30 സ്ക്വയറിൽ എത്തി. അവിടെയുള്ള പുല്ലെല്ലാം കൂടെ കരിഞ്ഞ് പുല്ലൊന്നും ഇല്ലാണ്ടായിട്ട് നല്ല പൊടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോഴേക്ക് പിന്നെ അഗുമോൻ എന്നത്തെയും പോലെ വിശപ്പും ദാഹമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ തന്നെ നിർത്തിക്കൂലെന്ന് കണ്ടപ്പോൾ പിന്നെ അഗുവിനെയും തനുസിനെയും കൂട്ടി പോയിട്ട് അവർക്ക് വേണ്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളത് മേടിച്ച് വരുമ്പോഴേ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ആൾക്കാർ കൂടി വരുന്നുണ്ട്, നല്ല തിരക്ക്. കുറച്ചും കൂടി ഇരുടായിട്ട് ഇറങ്ങാൻ നല്ല പരിപാടിയാണ്. ഇരുട്ട് ഇങ്ങോട്ട് ആയപ്പോഴേക്കും ആൾക്കാർ നല്ലോണം കൂടിയിട്ടുണ്ട്. വെക്കേഷനും കൂടെ കഴിയല്ലേ. കുട്ടികളെ വഴിതെറ്റിക്കാനായിട്ട് കുറെ ഹിന്ദിക്കാരും വന്ന് നിൽക്കുന്നുണ്ട്. കയ്യിലൊരെണ്ണം വാങ്ങിച്ചിട്ടും പിന്നെ ഓന്റെ കണ്ണ് അവിടേക്ക് അടുത്ത അഗുമോന്റെ കണ്ണ് തട്ടിയത് ഉപ്പിലിട്ടതാണ്. അതൊക്കെ പിന്നെ വലിയമ്മ വാങ്ങിച്ചു കൊടുത്തതിനു ശേഷം ഞങ്ങൾ മെല്ലെ അവിടെ